50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇനി മുടി വളരില്ല, പ്രായം കൂടുമ്പോൾ മുടി പിന്നീട് ഡ്രൈ ആയി തന്നെ തുടരും, ഇനി എന്ത് ചെയ്താലും മുടി പഴയതുപോലെ ആകില്ല. ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ലാതിരിക്കുന്നത്, ഒന്ന് പിടിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നത്, വളരെയധികം ഡ്രൈ ആയി ഒട്ടും ജീവനില്ലാതെ ഇരിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദമായി എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വേദനിച്ചിട്ടില്ലേ? എന്നാൽ ഇത് പ്രായത്തിൻ്റെ പ്രശ്നമല്ല. മുടിക്ക് കിട്ടേണ്ട ശരിയായ പരിചരണം കിട്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ സ്നേഹത്തോടെ നന്നായി പരിചരിച്ചെങ്കിൽ മാത്രമേ എന്തും നിലനിൽക്കുകയുള്ളൂ. അത് മുടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്ന, ഈവൻ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. മുടി നല്ലവണ്ണം വളരുവാനായിട്ടും മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറുവാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ടും അതുപോലെ മുടി നല്ല സിൽക്കി ആയിട്ട് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, അധിക വിലയൊന്നുമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. പാർലറിലൊക്കെ പോയി വലിയ പൈസയ്ക്ക് ചെയ്യുന്ന ഹെയർ മാസ്കുകളേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ആൽമണ്ട് ഗമ്മാണ്. ആൽമണ്ട് ഗം എന്താണെന്ന് പറഞ്ഞാൽ, ആൽമണ്ട് മരത്തിൽ നിന്ന് സ്വാഭാവികമായും പുറപ്പെടുന്ന ഒരു നാച്ചുറൽ റെസിനാണ്. ഇത് സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 100% നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇനി രണ്ടാമതായി ആവശ്യം ഫ്ലാക്സീഡാണ്. നമുക്കറിയാം, മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ്. മാത്രമല്ല, മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഫ്ലാക്സീഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ആവശ്യം കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ആൽമണ്ട് ഗം 1 ടീസ്പൂൺ എടുത്ത് അത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ ജെല്ലിയായിട്ട് കിട്ടുന്നതായിരിക്കും. കുറച്ചെടുത്താൽ മതിയാകും. നിങ്ങളുടെ മുടിയുടെ ഒരു ലെങ്ത് അനുസരിച്ച് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 ടീസ്പൂൺ ഫ്ലാക്സീഡ് എടുക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമായ വലിയ വിലയൊന്നും കൊടുക്കേണ്ടാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സീഡ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടി നിൽക്കണം, അത് മറന്നു പോവരുത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി ജെല്ലെടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണിത്. അതുമാത്രമല്ല, നല്ല സിൽക്കിയായി ഒഴുകിക്കിടക്കുന്ന ഹെയർ നമുക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുകയും ചെയ്യുക. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ജെൽ ഫോമിലേക്ക് ആയിപ്പോവും. സോ നിങ്ങളിത് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഫ്ലാക്സീഡും കോൺഫ്ലോറും ചേർന്ന ഒരു ജെൽ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഗം ചേർത്ത് കൊടുക്കാം. മുടി വേരുകൾക്ക് ശക്തി നൽകി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഹോർമോൺ ഇംബാലൻസ് മൂലം വരുന്ന ഹെയർ ഫോളിനെ കുറയ്ക്കാനും മുടിക്ക് നല്ല കട്ടി തരാനും മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുവാനും മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ആൽമണ്ട് ഗം. ഇനി നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലും ആൽമണ്ട് ഗമ്മും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മാജിക്കൽ ഹെയർ പാക്ക് തന്നെയാണ്. കാരണം ഹെയർ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണിത്. ഇവ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവ രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ മാജിക്കൽ ഹെയർ മാസ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തൂവെള്ള നിറത്തിൽ സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് പോലെയുള്ള മാജിക്കൽ ഹെയർ മാസ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളമോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമ്മൾ തയ്യാറാക്കിയ ഒന്നാണിത്. വളരെ സുന്ദരിയായ ഒരു ഹെയർ മാസ്ക് കൂടിയാണിത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ ഹെയർ വളരെയധികം ഡ്രൈ ആണ്, ഫ്രിസി ആണ് എങ്കിൽ മാത്രം നിങ്ങൾക്കിത് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലുമൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം ഒരു ഷാമ്പു ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്യുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഴ്ചയിൽ 2 തവണ ഇത് അപ്ലൈ ചെയ്യുക. വളരെ വലിയ ചേഞ്ചസ് ആയിരിക്കും നിങ്ങളുടെ മുടിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇടതൂർന്നതും തിളക്കമുള്ളതും കട്ടിയുള്ളതുമായ മുടി ഇനി നിങ്ങൾക്ക് അകലെയല്ല. അപ്പോൾ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. ഈ മാസ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ആൽമണ്ട് ഗം, ഫ്ലാക്സ് സീഡ്, കോൺഫ്ലോർ ഈ 3 ഇൻഗ്രീഡിയൻസും മുടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രായം കൂടിയാൽ മുടി വളരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായ പരിചരണം നമ്മൾ നൽകുകയാണെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു ഇടണോ? ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ആ ഹെയർ മാസ്കിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകില്ലേ എന്നുള്ളത്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും നമ്മുടെ തലമുടിയും നമ്മുടെ സ്കാൽപ്പും ഒക്കെ വളരെ വൃത്തിയായിട്ട് ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ആ മാസ്കിലെ ഗ്രാന്യൂൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരുന്ന് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാകുവാനായിട്ടും അതുപോലെ ഹെയർ ഫോളിക്കിൾസ് ബ്ലോക്ക് ചെയ്ത് പുതിയ മുടി വരുന്നത് തടസ്സമാകാനായിട്ടും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഏത് ഹെയർ മാസ്ക് യൂസ് ചെയ്താലും കൃത്യമായിട്ട് ഒരു ഷാമ്പു ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്താലും മതി. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഷാമ്പു തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ മാസ്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.